അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ. അമ്മാ ബഅദ്. മഹാനായ അഷ്റഫ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിനെ കുറിച്ച് നമ്മോട് പഠിപ്പിച്ചത് അസ്വമിലി വ അന അജ്സി എന്നാണ്. അല്ലാഹു പറയുന്നു, നോമ്പ് അത് എനിക്കുള്ളതാണ്, അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള സ്വകാര്യ ഉടമ്പടിയാണ് എന്നാണ്. എന്നാൽ നോമ്പിൻ്റെ പരിപൂർണമായ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നോമ്പുകാരൻ നോമ്പെടുക്കുന്നത് അള്ളാഹുവിലും റസൂലിലുമുള്ള ശരിയായ ഈമാൻ കൊണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. അല്ലാതെ ഭൗതികമായ ആവശ്യങ്ങൾക്കോ ആരോഗ്യകരമായ നേട്ടങ്ങൾക്കോ വേണ്ടിയാവരുത്. രണ്ടാമത്തെ കാര്യം, നോമ്പുകാരൻ അവന് ലഭിക്കുന്ന പ്രതിഫലം ആഗ്രഹിക്കണം. നോമ്പുകാരന് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുള്ളതായിരിക്കണം നമ്മുടെ നോമ്പ്. മൂന്നാമത്തെ കാര്യം, നോമ്പുകാരൻ അവൻ്റെ നാവിനെ ഈമത്തിൽ നിന്നും നബീമത്തിൽ നിന്നും കളവ്, ചീത്ത പറയൽ എന്നിവയിൽ നിന്നും തടഞ്ഞു വെക്കണം. അതുപോലെ തന്നെ നോമ്പുകാരൻ അവൻ്റെ കണ്ണുകളെയും കാതുകളെയും ഹറാമിൽ നിന്നും തടഞ്ഞു വെക്കണം. ഇത്തരം കാര്യങ്ങൾ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ വന്നാൽ അത് നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയും. പട്ടിണി കിടക്കുന്ന ചില നോമ്പുകാരെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ താക്കീത് ചെയ്യുന്നുണ്ട്. ചീത്ത വാക്കും പ്രവൃത്തിയും ഒഴിവാക്കാത്തവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് ആവശ്യമില്ല. നാം നോമ്പുകാരാണ്. നമ്മുടെ കണ്ണും കാതും മുഴുവൻ അവയവങ്ങളും വ്രതത്തിലായിരിക്കണം. നോമ്പുകാരൻ്റെ കണ്ണും കാതും മുഴുവൻ അവയവങ്ങളും വ്രതത്തിൽ തന്നെ ആയിരിക്കണം. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് നമ്മുടെ വിരലുകളെയും കണ്ണിനെയും നാം സൂക്ഷിക്കണം. നോമ്പുകാരനോട് ആരെങ്കിലും ചീത്ത പറയുകയോ വഴക്കിന് വരികയോ ചെയ്താൽ അന സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്നവൻ പറഞ്ഞു കൊള്ളട്ടെ എന്നാണ് റസൂൽ കൽപ്പിക്കുന്നത്. നാവിനെ നാം സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് നമ്മുടെ കണ്ണിനെയും കാതിനെയും മുഴുവൻ അവയവങ്ങളെയും നാം സൂക്ഷിക്കണം. ആലോചിക്കുക, റമളാനിലും നിങ്ങൾക്ക് തെറ്റു വരുന്നു എങ്കിൽ റബ്ബിന്റെ വലിയ കോപം വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.